Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഒരു ഫ്രീ സ്പ്ലൈൻ ഡയഗ്നോസ്റ്റിക് പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3ds Maxൽ പലപ്പോഴും സ്പ്ലൈൻ മോഡലിംഗ് ചെയ്ത് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷേപ്പുകൾ എക്സ്ട്രൂഡ് ആയി ലഭിക്കാറില്ല. ഇതിന്റെ റീസൺ ഓപ്പൺ സ്പ്ലൈൻസും ഇൻവിസിബിൾ ഗ്യാപ്സുമാണ്. ഇത്തരത്തിലുള്ള ഓപ്പൺ സ്പ്ലൈൻസിനെയും ഇൻവിസിബിൾ ഗ്യാപ്സിനെയും മാനുവലായി ഐഡന്റിഫൈ ചെയ്യുക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ ഒരു ഡയഗ്നോസ്റ്റിക് പ്ലഗിൻ യൂസ് ചെയ്ത് വളരെ ഈസിയായി ഓപ്പൺ സ്പ്ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും ഇതിലൂടെ ആ എറേഴ്സിനെ ഈസിയായി ഫിക്സ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതാണ് ഈ ഒരു പ്ലഗിൻ, ഈ പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാമെന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്പ്ലൈനിനെ ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നതിനായി സ്പ്ലൈൻ ചെക്ക് എന്ന പ്ലഗിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാറ്റേണിലേക്കാണ് എക്സ്ട്രൂഡ് അസൈൻ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മോഡിഫയറിൽ നിന്നും ഇതിലേക്ക് എക്സ്ട്രൂഡ് അസൈൻ ചെയ്യാം. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രൂഡ് അസൈൻ ചെയ്തപ്പോൾ ഇതുപോലെ എഡ്ജസ് മാത്രം എക്സ്ട്രൂഡ് ആയാണ് ഇവിടെ കാണുന്നത്. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇവിടെ ഇൻവിസിബിൾ ആയി മാറുകയും പെർസ്പെക്റ്റീവിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സൈഡ്സ് മാത്രം ഇതുപോലെ എക്സ്ട്രൂഡ് ആയി കാണുന്നതുമാണ്. ഇതിന്റെ റീസൺ ഇതിലുള്ള ഓപ്പൺ സ്പ്ലൈൻസ് ആണ്. ഈ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതിനായുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് സ്പ്ലൈൻ ചെക്ക്. ഈ ഒരു പ്ലഗിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഡിഫയർ ആയാണ് നമുക്ക് 3ds Maxൽ ആക്സസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇനി മോഡിഫയർ ലിസ്റ്റിൽ നിന്നും സ്പ്ലൈൻ ചെക്ക് എന്ന ഈ ഒരു മോഡിഫയർ അസൈൻ ചെയ്യാം. നമ്മൾ ഈ ഒരു മോഡിഫയർ അസൈൻ ചെയ്ത ഉടനെ ഇതിലുള്ള ഓപ്പൺ സ്പ്ലൈൻസ് ഇതുപോലെ ഇവിടെ ഹൈലൈറ്റ് ആയിരിക്കുകയാണ്. ഈ സ്പ്ലൈൻ ചെക്കിന്റെ പാരാമീറ്ററിൽ നമുക്കിതിലുള്ള ഓപ്പൺ സ്പ്ലൈൻസിന്റെ കൗണ്ട് കാണാവുന്നതാണ്. ഇനി മാനുവലായി നമുക്ക് ഈ വെർട്ടെക്സുകളെ സെലക്ട് ചെയ്ത് വെൽഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി സ്പ്ലൈൻ മോഡലിംഗിൽ ഓപ്പൺ സ്പ്ലൈൻസിനെ പോലുള്ള സ്പ്ലൈൻ എറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനായി സ്പ്ലൈൻ ചെക്ക് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. കോംപ്ലക്സ് ആയ സ്പ്ലൈൻ മോഡലിംഗിലേക്കും ഓട്ടോകാഡിൽ നിന്നും ഫയൽസിനെ ഇമ്പോർട്ട് ചെയ്ത് സ്പ്ലൈൻ മോഡലിംഗ് ചെയ്യുന്ന സമയത്തും സ്പ്ലൈൻ എക്സ്ട്രൂഡിംഗ് ഇഷ്യൂസിനെ ഫിക്സ് ചെയ്യുന്നതിനായി ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ പ്ലഗിനാണ്. ഈ പ്ലഗിന്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അടുത്തായി നമുക്ക് ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഈ പ്ലഗിന്റെ ഇൻസ്റ്റാളറാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപേ 3ds Max ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു ഇൻസ്റ്റാളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു ലൈസൻസ് അഗ്രിമെന്റ് റീഡ് ചെയ്ത് ഈ ഒരു ഐ ആക്സെപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. 3ds Maxന്റെ വേർഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി 3ds Max ഓപ്പൺ ചെയ്ത് ഓപ്പൺ സ്പ്ലൈൻസ് പോലെയുള്ള ഇഷ്യൂസിനെ ഫിക്സ് ചെയ്യുന്നതിനായി സ്പ്ലൈൻ ചെക്ക് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.